മഹാവിഷ്ണുവിന്റെ 108 ദിവ്യദേശങ്ങളിലൊന്ന്, കൂടാതെ പഞ്ചബദ്രി ക്ഷേത്രങ്ങളിലെ ഒരു ഭാഗം. പരിശുദ്ധനായ ആദി ശങ്കരാചാര്യ സ്ഥാപിച്ച ബദ്രീനാഥന് ഇത്തരത്തിൽ കഥകൾ ഏറെയാണ്. ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണുവിന്റെ കറുത്ത ശിലാപ്രതിമയിൽ പോലും അത്ഭുതമാണ്. ഇത് അദ്ദേഹത്തിന്റെ 8 സ്വയം വ്യക്ത ക്ഷേത്രങ്ങളിൽ അഥവാ സ്വയം പ്രകടമായ പ്രതിമകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ബദ്രീനാഥിന്റെ ചരിത്രവും ഐതിഹ്യവും നിറഞ്ഞ ആ കഥകൾ അറിയാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉത്തരാഖണ്ഡിലെ 4 ചാർധാം തീർത്ഥാടന യാത്രകളിൽ ഭാഗമാണ് ബദ്രീനാഥ്. പ്രകൃതി രമണീയമായ നർ നാരായൺ പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് നീലകണ്ഠ പർവ്വതമാണ് പശ്ചാത്തലം. അതുപോലെ ഇവിടെ നിന്നാണ് അളകനന്ദ നദി ഉത്ഭവിക്കുന്നത്. എല്ലാ വർഷവും നവംബർ മുതൽ ഏപ്രിൽ വരെ ക്ഷേത്രം അടച്ചിരിക്കും. ഏപ്രിൽ അവസാനത്തിലും നവംബർ തുടക്കത്തിലും ഇടയിലായിട്ട് 6 മാസത്തേക്കാണ് ഇത് തുറന്നിരിക്കുക. എന്തായാലും ബദ്രീനാഥിന്റെ ചരിത്രപരമായ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ആദിശങ്കരനാണ് ഇവിടുത്തെ ക്ഷേത്രം പണിതത്. ബദ്രീനാരായണന്റെ പാദം കഴുകിയൊഴുകുന്ന അളകനന്ദയിൽ ശങ്കരൻ മുങ്ങിയെടുത്തതാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ധ്യാന രൂപത്തിലുള്ള വിഗ്രഹം. അത് വിഷ്ണുവല്ല ശിവനാണ് എന്ന് അവകാശപ്പെടുന്നവരുമുണ്ട്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കാലടി എന്ന പ്രദേശത്താണ് ആദി ശങ്കരാചാര്യരുടെ ജനനം. അസാമാന്യ ഗ്രഹണശക്തിയുള്ള കുട്ടിയായിരുന്നു ശങ്കരൻ. ബുദ്ധിവൈഭവവും അമാനുഷിക കഴിവുകളും കൊണ്ട് തികച്ചും വ്യത്യസ്തനായവൻ. 2 വയസ്സുള്ളപ്പോഴേ സംസ്കൃതം സരളമായി സംസാരിക്കാനും എഴുതാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. 4 വയസ്സിൽ വേദങ്ങൾ ഉച്ചരിക്കാനും 12 വയസ്സായപ്പോൾ വീടുപേക്ഷിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശിഷ്യസമ്പത്ത് നേടിയ അദ്ദേഹം അവരോടൊപ്പം തന്നെ രാജ്യം മുഴുവനും സഞ്ചരിച്ച് ആധ്യാത്മിക തത്വശാസ്ത്രങ്ങൾ പുനർനിർമ്മിക്കാൻ തുടങ്ങി. ഗൗഡപാദനായിരുന്നു ശങ്കരാചാര്യരുടെ വഴികാട്ടി. അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ ഒട്ടേറെ പ്രവൃത്തികൾക്ക് ഹേതു ആ ഗുരുവിന്റെ സ്വാധീനം തന്നെയായിരുന്നു. ഗൗഡപാദൻ നമ്മുടെ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠമായ കണ്ണിയാണ്. അദ്ദേഹം മഹാനായ ഒരു ഗുരുവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. എഴുതപ്പെടാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 1000കണക്കിന് ആൾക്കാരെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടാവുമെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട 15 അല്ലെങ്കിൽ 20 പേർ ആധ്യാത്മിക തത്വങ്ങൾ രാജ്യത്തുടനീളം പുനരവതരിപ്പിച്ചു. പുതിയ മതമുണ്ടാക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കാതെ വളരെ നിശബ്ദമായി അവർ ആ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്തു. ഒരു പുതിയ മതമോ പ്രമാണമോ ഉണ്ടാക്കാനല്ല, മറിച്ച് ആത്മീയ തത്വങ്ങൾ മനുഷ്യനിൽ അന്തർലീനമായി ഭവിച്ച് അതവന്റെ ജീവിതശൈലിയായി തന്നെ പരിവർത്തനപ്പെടുത്തുന്ന എന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം. ബദ്രീനാഥ ക്ഷേത്രം സ്ഥാപിച്ചത് ആദിശങ്കരനാണ്, പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ശിഷ്യരെ തന്നെ അവിടെ നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം നിയോഗിച്ച പരമ്പരാഗത നമ്പൂതിരി കുടുംബത്തിലെ നമ്പൂതിരിമാർ തന്നെയാണ് ഇപ്പോഴും ആ ക്ഷേത്രത്തിലെ പുരോഹിതർ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പട്ടണം അത്ര മികച്ചതൊന്നും അല്ലെങ്കിലും ക്ഷേത്രവും പരിസരവും അതിമനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ബദ്രീനാഥിന്റെ ഐതിഹ്യമാണ് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്നത്. എങ്കിൽ നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ശിവനും പാർവതിയും അധിവസിച്ചിരുന്നത് ബദ്രീനാഥിലാണ്. ഒരു ദിവസം ശിവനും പാർവതിയും നടക്കാനിറങ്ങി. തിരിച്ചു വന്നപ്പോൾ വീടിന്റെ ഉമ്മർത്തായി ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. കരയുന്ന കുഞ്ഞിനെ കണ്ട് ദേവിയുടെ മാതൃത്വം ഉണരുകയാണ്. കുഞ്ഞിനെ ചെന്നെടുക്കാൻ അവർ തിടുക്കപ്പെട്ടു. എന്നാൽ ശിവൻ പാർവതിയെ തടഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തുടരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ട പാർവതിയാകട്ടെ, അങ്ങ് ഇത്ര ഹൃദയശൂന്യനായി പോയല്ലോ, ഇപ്രകാരം പറയാൻ അങ്ങക്ക് എങ്ങനെ കഴിയുന്നു എന്ന് സങ്കടപ്പെട്ടു. ശിവനാകട്ടെ അതിനിങ്ങനെ മറുപടി പറയുന്നു: ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഈ കുഞ്ഞൊറ്റയ്ക്ക് എന്തിന് നമ്മുടെ വീട്ടുപടിക്കൽ വന്നു? മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന ഈ വഴിത്താരയിൽ മറ്റാരെയും കാണുന്നുമില്ലല്ലോ. അച്ഛനമ്മമാരുടെ കാലടയാളങ്ങൾ പോലും ഇവിടെ എങ്ങും കാണുന്നില്ല. യാതൊരു സംശയവും വേണ്ട, ഇതൊരു അസാധാരണ ശിശുവാണ്. ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാനൊരു അമ്മയല്ലേ, എനിക്ക് ഈ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. ഒരു മനുഷ്യജീവി പോലും ഇല്ലാത്ത ഈ മലയിടുക്കിൽ ഈ കൊടും തണുപ്പത്ത് ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ഞാൻ കളയും? ഇത് പറഞ്ഞ് ദേവി കുഞ്ഞിനെയും എടുത്ത് വീടിനുള്ളിലേക്ക് പോവുകയാണ്. എന്നാൽ കുഞ്ഞാകട്ടെ പാർവതിയുടെ മടിയിൽ സ്വച്ഛനായിരുന്നു കൊണ്ട് ഭഗവാനെ കുസൃതിയോടെ നോക്കി. പരിണിത ഫലത്തെക്കുറിച്ച് അന്തർജ്ഞാനമുണ്ടായിരുന്നു ഭഗവാൻ. ശരി, എന്നാൽ അങ്ങനെയാകട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ നൽകി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ശേഷം അവനെ വീട്ടിലിരുത്തിയിട്ട് പാർവതി പരമശിവനോടൊപ്പം അടുത്തുള്ള അരുവിയിലേക്ക് കുളിക്കാൻ പോയി. മടങ്ങിയെത്തിയപ്പോൾ വാതിലുകളെല്ലാം അകത്തു നിന്നും പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. പാർവതിയാകട്ടെ വല്ലാതെ പരിഭ്രമിക്കുന്നു. ആരാണിത് ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ എടുക്കരുതെന്ന്. അനുസരിക്കാതെ കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോന്നു. ഇപ്പോൾ ഇതാ അവൻ ഉള്ളിൽ നിന്നും ഒരു പൂട്ടിരിക്കുകയാണ്. ശിവൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? പാർവതി വിഷമിച്ചു. അത് സാക്ഷാൽ മഹാവിഷ്ണു ആയിരുന്നു. മഹാവിഷ്ണുവിന് ആ സ്ഥലം നന്നേ ബോധിച്ചു. അവിടെ തന്നെ തപസ്സിരിക്കണമെന്ന പിടിവാശിയായിരുന്നു. അതിനായി മിനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു ഇത്. ശിവന് 2 പോംവഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കൺമുന്നിൽ തന്നെ എല്ലാം അഗ്നിക്കിരയാക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടം കണ്ടുപിടിച്ച് അവിടേക്ക് പോവുക. നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം. ഈ കുഞ്ഞ് നിനക്ക് ഏറെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് അവനെ ഉപദ്രവിക്കാനാവുകയില്ല, അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയാണ് ശിവന് സ്വന്തം വാസസ്ഥലം നഷ്ടമാകുന്നതും ശിവനും പാർവതിയും അന്യാധീനരാകുന്നതും.
താമസിക്കുന്നതിന് അനുയോജ്യമായ ഒരിടം തേടി അവർ നടന്നു. ഒടുവിൽ കേദാർനാഥിൽ എത്തുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ പരമശിവന് അറിയാമായിരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷെ പലപ്പോഴും അവ സംഭവിക്കാനായി നിങ്ങൾ വിട്ടുകൊടുക്കുക, അതാണ് സത്യം. അതുപോലെ തന്നെ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ നട തുറക്കുന്നതും അടയ്ക്കുന്നതും പ്രത്യേകം പരാമർശിക്കേണ്ട വിഷയമാണ്. ഒക്ടോബർ മാസത്തിൽ ദീപാവലി കഴിഞ്ഞാൽ നല്ലൊരു ദിവസം നോക്കി ക്ഷേത്രം അടയ്ക്കുന്നു. സൂര്യൻ വൃശ്ചിക രാശിയിൽ പ്രവേശിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ ക്ഷേത്രം അടയ്ക്കുക എന്നതാണ് ആദ്യകാലം മുതൽക്ക് ചെയ്തു വന്നിരുന്നത്. ക്ഷേത്രം അടയ്ക്കുന്ന ദിവസം പരമ്പരാഗതമായി ആചരിച്ചിരുന്ന പല വിശേഷാൽ പൂജകളും ചടങ്ങുകളും മറ്റുമുണ്ട്. നട അടച്ച് ഭദ്രമായി പൂട്ടി സീൽ വെച്ച ശേഷം പൂജാരിമാരും ക്ഷേത്ര കമ്മിറ്റിക്കാരും മറ്റെല്ലാവരും ബദ്രീനാഥിനോട് വിട പറയുന്നു. നവംബർ മുതൽ ഏപ്രിൽ വരെ ക്ഷേത്രവും പരിസരവും കൊടും മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കും. പൂജാരിമാരും ക്ഷേത്ര കമ്മിറ്റിക്കാരും നട തുറക്കുന്നതുവരെ ജോഷി മഠത്തിൽ താമസിച്ച് ബദ്രീനാഥിനെ പൂജിക്കുന്നു. 6 മാസത്തിനു ശേഷം മെയ് മാസത്തിൽ ക്ഷേത്രം വീണ്ടും തുറക്കുന്നു. വൃഷഭ സംക്രാന്തിക്ക് 2-3 ദിവസം മുമ്പ് നല്ല ദിവസം നോക്കി ക്ഷേത്രം തുറക്കുന്നു. പ്രധാന പൂജാരി മാത്രം ഉള്ളിൽ കടന്ന് വീണ്ടും നട അടയ്ക്കുന്നു. ആ സമയത്തിനുള്ളിൽ നട അടയ്ക്കുമ്പോൾ കത്തിച്ചു വെച്ചിരുന്ന അഖണ്ഡ ജ്യോതി പ്രകാരം പുറത്തു നിൽക്കുന്നവർക്ക് ദർശിക്കാം. 6 മാസത്തോളം ആ ജ്യോതി അണയാതെ പ്രകാശിച്ചു നിൽക്കുന്നു എന്നറിയുമ്പോൾ അത്ഭുതം തോന്നും. ശരിക്കും ഇതിന് കാരണം എന്തെന്നാൽ ക്ഷേത്രവാസികളും കനത്ത മഞ്ഞിൽ മൂടപ്പെട്ട് ഇത്രയും കാലം കിടക്കുമ്പോൾ ഓക്സിജൻ ലഭിക്കാനുള്ള സാധ്യത തീരെയില്ല എന്നതാണ് സത്യം. എന്നിട്ടും ആ ജ്യോതി കെടാതെ നിൽക്കുന്നു എന്നത് വളരെ വലിയ ഒരു അത്ഭുതമാണ്. പ്രധാന പൂജാരിയായ റാവൽജി സ്ഥാനമേൽക്കുമ്പോൾ നട തുറക്കുന്ന സമയത്ത് അകത്ത് കണ്ട കാര്യങ്ങൾ പുറത്തു പറയില്ല എന്ന് സത്യം ചെയ്യാറുണ്ടെന്നും പറയുന്നു. നട അടയ്ക്കുമ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പുഷ്പഹാരങ്ങൾ 6 മാസം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ടാകുമെന്നും ഈ ഭൂമിയിൽ കാണാത്ത വിധത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് ബദ്രീനാഥിനെ അർച്ചന ചെയ്തതായി കാണാമെന്നും പറയപ്പെടുന്നുണ്ട്. അതെന്തായാലും ബദ്രീനാഥനെ 6 മാസം നാരദ മഹർഷിയും ദേവന്മാരും 6 മാസം മനുഷ്യരും പൂജിക്കുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. 8 ലിറ്ററോളം എണ്ണ കൊള്ളുന്ന വെള്ളിപ്പാത്രത്തിലാണ് ജ്യോതി ഒരുക്കുന്നത്. ജ്യോതിയുടെ തിരിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യ ആധുനിക ശാസ്ത്രത്തെ പോലും വെല്ലുവിളിക്കുന്ന സാങ്കേതിക മേന്മയോട് കൂടിയതാണ്. ഋതകമ്പളത്തിന്റെ നൂലുകൾ കൊണ്ടാണ് ഈ തിരികൾ ഉണ്ടാക്കുന്നത്. ഇതിന്മേൽ പരിശുദ്ധമായ നെയ്യും ഹിമാലയത്തിന്റെ അമൂല്യങ്ങളായ പച്ചിലകളുടെ നീരും കൂട്ടിച്ചേർത്ത മിശ്രിതം ഒരു പ്രത്യേക കനത്തിൽ പുരട്ടി ഉണ്ടാക്കിയെടുക്കുന്നു. ഓരോ മാസത്തിന്റെയും ദിവസങ്ങളുടെയും എണ്ണം അനുസരിച്ച് തിരിക്ക് ഓരോ കെട്ടും ഉണ്ടാക്കും. നവംബർ മാസത്തിൽ 30 ദിവസം മാത്രം ഒരു കെട്ട് കത്തുമ്പോൾ ഡിസംബർ മാസത്തിൽ അടുത്ത കെട്ട് 31 ദിവസവും കത്തുന്നു. ഫെബ്രുവരിയിൽ 28 ദിവസം കത്തിച്ച ശേഷം മാർച്ച് മാസത്തിലെ കെട്ടിലേക്ക് കത്തിക്കയറുന്നു. അഖണ്ഡ ജ്യോതിയിലേക്കുള്ള തിരികൾ ഉണ്ടാക്കുവാനുള്ള അവകാശം പുരാതന കാലം മുതൽക്ക് തന്നെ ബദ്രീനാഥ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഗ്രാമമായ മന ഗ്രാമക്കാർക്കാണ്. അങ്ങനെ ഒരു സംഘം 41 ദിവസം കഠിനമായ വ്രതത്തിൽ ഇരുന്ന ശേഷമാണ് തിരി നിർമ്മാണത്തിൽ വ്യാപൃതരാകുന്നത്. അഖണ്ഡ ജ്യോതിയിലേക്കുള്ള എണ്ണ ടെഹ്രി മഹാരാജാവിന്റെ വകയാണ്. എണ്ണയുടെ കൂട്ട് മഹാരാജാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഈ എണ്ണയുടെ കൂടെ ഒരു പ്രത്യേക ലായനി മന ഗ്രാമത്തലവൻ അഖണ്ഡ ജ്യോതിയിൽ ഒഴിക്കുന്നുമുണ്ട്. ഹിമാലയത്തിലെ ചില പ്രത്യേക വൃക്ഷങ്ങളിൽ നിന്നെടുക്കുന്ന എണ്ണയും അമൂല്യങ്ങളായ ഔഷധക്കൂട്ടുകളും കൂട്ടിക്കലർത്തിയിട്ടാണ് ഈ ലായനി തയ്യാറാക്കുന്നത്. നട അടയ്ക്കുന്നതിന് മുൻപുള്ള പ്രത്യേക പൂജകൾ അവസാനിക്കുമ്പോൾ അഖണ്ഡ ജ്യോതിയിലെ തിരി കത്തിച്ച ശേഷം ഗോപുരവാതിൽ അടച്ചുപൂട്ടും. 3 പ്രത്യേകതരം പൂട്ടുകളാണ് ഈ വാതിലിനുള്ളത്. 3ഉം ഒരേ സമയം പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ പൂട്ടാനും തുറക്കാനും സാധിക്കുകയുമുള്ളൂ. ടെഹ്രി മഹാരാജാവും റാവൽജിയും മന ഗ്രാമത്തലവനുമാണ് താക്കോലിന്റെ അവകാശികൾ. അപ്പോൾ ഇതാണ് ബദ്രീനാഥിന്റെ കഥ. നിങ്ങളവിടെ പോയവരാണോ? വളരെ മനോഹരമായൊരു ഇടമല്ലേ അത്? നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.